5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്ന് അവസാനം അതൊരു വർഗീയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സാധാരണയായി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ ആർക്കെങ്കിലുമൊക്കെ പിന്തുണ പ്രഖ്യാപിക്കും, അത് ചെറിയ തോതിൽ പോകും. പക്ഷെ നിലമ്പൂരിൽ വളരെ കൃത്യമായ ഒരു വർഗീയ ലൈൻ മാറിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ തന്നെ PDP ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. SDPI അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും ഇല്ലെന്നും തർക്കം നടക്കുന്നു. തോക്കസ്വാമി വന്നിട്ട് ഭദ്രാനന്ദ സ്വാമി വന്ന് പറയുന്നു അങ്ങനെ ഒരു സംഘടന ഇല്ല, അദ്ദേഹമാണ് ഇതിന്റെ ആളെന്ന് പറയുന്നു. വേറൊരു സ്വാമി വന്ന് പറയുന്നു അല്ല, അദ്ദേഹമാണ് ആളെന്ന് പറയുന്നു. എന്തായാലും അത് 2-3 സംഘടനയായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. എന്തായാലും അവരുടെ ലെറ്റർ ഹെഡിൽ അവരൊരു കത്ത് കൊടുത്തിരിക്കുന്നു. അവർ ഒരു പത്രസമ്മേളനം നടത്തുന്നു. അതിൽ ഒരു വിഭാഗക്കാർ ഹിന്ദു മഹാസഭ എന്ന് പറയും. പിന്നെ അപ്പൊ സുരേന്ദ്രൻ ചോദിക്കുന്നു നമ്മളെ BJP സുന്ദരി അതാരാ, അവരല്ലേ ഗാന്ധിജിയെ കൊന്നത്, അവരാരാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വലിയ വിവാദം നടക്കുന്നു. എന്തായാലും വിവാദത്തിനിടയിൽ ഹിന്ദു മഹാസഭ എന്ന പേരുള്ള ഒരു വിഭാഗം അവർ 5000 വോട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ 5000 ഉണ്ടോ 5 ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും വോട്ടുള്ള ഒരു വിഭാഗം, ഹിന്ദു വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ LDF-ന് കിട്ടിയിരിക്കുന്നു. അപ്പൊ LDF-ഉം ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പുറത്ത് പിന്നെ BJP നിൽക്കുന്നു. എല്ലാവരും അപ്പൊ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു കളമായി അവിടെ മാറി എന്നുള്ള ചർച്ച നിലമ്പൂരിൽ വളരെ ഗൗരവമായി വരുന്നുണ്ട്. അപ്പൊ അതിനെ ന്യായീകരിക്കുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് രാഷ്ട്രീയത്തിന്റെ അശ്ലീലം മനസ്സിലാകുന്നത്. ഗോവിന്ദൻ മാഷ് പറയുന്നു ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ PDP വളരെ എന്തായിരുന്നു മോശമായിരുന്നെങ്കിലും പെട്ടെന്ന് അവർ ഒരു നല്ല പാർട്ടി ആയിട്ടുണ്ട്. അത് മദനി ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് വലിയ നല്ല പാർട്ടിയാണ്, അവരെ നമുക്ക് മുന്നണിയിൽ തന്നെ എടുക്കേണ്ടതാണ്, അവർക്ക് മന്ത്രിസ്ഥാനം വരെ കൊടുത്ത് മുന്നണിയിലൊക്കെ എടുക്കേണ്ടതാണ്, അവരെ ജയിപ്പിച്ചെടുക്കേണ്ടതാണെന്നൊക്കെ ഉള്ള വേറെ രൂപത്തിലേക്കുള്ള വല്ലാത്തൊരു പൂശൽ പരിപാടിയാണ് ഗോവിന്ദൻ മാഷ് വന്നിരിക്കുന്നത്. സ്വരാജ് പറഞ്ഞിരിക്കുന്നത് നിലപാട് മാറ്റിയല്ലോ. എന്ത് നിലപാടാണ് അദ്ദേഹം അവിടെ ഇരുന്ന് മാറ്റി PDP മാറ്റിയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നിലപാട് മാറ്റിയല്ലോ, ഇന്നലെ വരെ മോശം പാർട്ടിയായിരുന്നെങ്കിൽ ഇന്ന് മനോഹരമായ പാർട്ടിയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സതീശൻ പറയുന്നു വെൽഫെയർ പാർട്ടി ഇപ്പോൾ അവരുടെ നിലപാട് മാറ്റിയിരിക്കുന്നു, അവർ മയപ്പെടുത്തിയിരിക്കുന്നു, അവർ വർഗീയത ഉപേക്ഷിച്ചിരിക്കുന്നു, അവർ പുതിയ പാർട്ടി ആയിരിക്കുന്നു, മതേതര പാർട്ടി ആയിരിക്കുന്നു, അവർ വെൽഫെയർ പാർട്ടി എന്നല്ലേ അവരുടെ പാർട്ടിയുടെ പേര്. അതിനകത്ത് എല്ലാ ജാതി മതത്തിലുള്ളവരും ഇല്ലേ, ദളിതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആദിവാസികളും എല്ലാവരും ഉണ്ടല്ലോ അതിന്റെ ഭാരവാഹിത്വത്തിൽ അടക്കം. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണെന്നുള്ള നിലയിൽ സതീശൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ സമസ്തയുടെ ഭാഗത്തുനിന്ന് ചില എതിർപ്പ് വരുന്നു, അതുപോലെ ലീഗിന്റെ ഭാഗത്തുനിന്ന് ചില എതിർപ്പ് വരുന്നു. ചുരുക്കത്തിൽ മതവർഗീയ സംഘടനകളെല്ലാവരും കൂടി പിച്ച് ചീന്തുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറി. 12 കോടി രൂപയാണ് ഇലക്ഷൻ കമ്മീഷന്റെ തുക വരുന്നത്. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പണം വരും അവിടെ. 140 MLA-മാരും അവിടെ വന്ന് മറിയാൻ സാധ്യതയുണ്ട്. 20ഓളം മന്ത്രിമാർ അവിടെ പോകാൻ സാധ്യത, മുഖ്യമന്ത്രി പോകാൻ സാധ്യതയുണ്ട്. MA ബേബി പോലുള്ള അഖിലേന്ത്യാ നേതാക്കൾ, MA ബേബി ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അഖിലേന്ത്യാ നേതാവാണ്, അഖിലേന്ത്യാ നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അങ്ങനെ വലിയ നേതൃത്വ നേതാക്കളുടെ ഒരു പട തന്നെ അവിടെ വരാൻ സാധ്യത. അതെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ അധ്വാനം, മനുഷ്യാധ്വാനം, സമയം, പണം, സാമ്പത്തികം എല്ലാം വരുന്ന 10-20 കോടി രൂപ കത്തിച്ചു കളയുന്ന ഒരു ദീപാവലിക്ക് കത്തിച്ചു കളയുന്ന പോലെ കത്തിച്ചു കളയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 8-10 മാസങ്ങൾക്കുള്ളിലാണ് 10 മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഇടയിലാണ് സാഹിത്യകാരന്മാരും ഹരീഷ് വാസുദേവന്മാരും അങ്ങനെ കുറെ ആളുകൾ വന്നിട്ട് കുറെ വർത്തമാനം പറയുന്നു. ഇല്ല നമ്മുടെ സ്വരാജ് ഇല്ലെങ്കിൽ നിയമസഭ പൊളിഞ്ഞു പോകും, അതിന്റെ താഴിക കുടത്തിന് എന്തെങ്കിലും കുഴപ്പം വരും, ചിലപ്പോൾ അതിന്റെ തൂണുകൾ ചരിഞ്ഞു പോകും. അതുകൊണ്ട് അവിടെ പിന്നെ സ്വരാജിന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ഈ രോമാഞ്ചം കൊണ്ടുകൊണ്ട് അവിടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇരിക്കുകയാണ്. ഉടനെ തന്നെ അവിടെ 1-2 സമ്മേളനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യത്തെ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞയായിരിക്കും, സ്വരാജ് ജയിച്ചാൽ തന്നെ. ആര് ജയിച്ചാലും സത്യപ്രതിജ്ഞയായിരിക്കും. അത് കഴിഞ്ഞാൽ എന്താ, 2 മിനിറ്റോ 3 മിനിറ്റോ സംസാരിക്കാൻ കിട്ടും. ആ 3 മിനിറ്റോ 5 മിനിറ്റോ ഈ ഒരു വർഷത്തെ 10 മാസ സമയത്തിനിടയിൽ അസംബ്ലിയിൽ സംസാരിച്ചത് കൊണ്ട് ഇവിടുത്തെ സാർവദേശീയമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമോ? എന്തൊരു ഉടായ്പ തള്ളാണ് എല്ലാവരും കൂടെ തള്ളുന്നത്. അനാവശ്യമായി പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്നൊരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ വർഗീയമായി ചിത്രീകരിച്ച് വളരെ മോശം രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും നമുക്ക് പുതിയ കാര്യങ്ങൾ ചിന്തിക്കാം. ഈ തെരഞ്ഞെടുപ്പ് വർഗീയതയിൽ നിന്ന് മാറി അവിടെ വാസുവിന്റെ നേതൃത്വത്തിൽ ആദിവാസി സമരം നടക്കുന്നു, ഭൂസമരം നടക്കുന്നു, വന്യജീവികളുടെ പ്രശ്നമുണ്ട്, ഒരു അജിത് ആനന്ദിനെ അവിടെ കൊന്നു, പിന്നെ ആനയെ ചവിട്ടിയ പ്രശ്നങ്ങളുണ്ട്, ആദിവാസി പ്രശ്നങ്ങളുണ്ട്, പിന്നെ വലിയ പ്രശ്നങ്ങൾ, ആശാ വർക്കേഴ്സിന്റെ സമരമുണ്ട്, വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയമായ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരം അതൊരു വർഗീയ തിരഞ്ഞെടുപ്പായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവർ പിടിക്കുന്ന വോട്ടിനനുസരിച്ചാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എത്ര വോട്ട് അൻവർ പിടിക്കുമെന്നതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അതിനിടയിലുണ്ടായ ഒരു വിഷമം, ഒരു പ്രതിഷേധം, അതിനുള്ള ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇതൊരു വർഗീയ തിരഞ്ഞെടുപ്പായി മാറിപ്പോയല്ലോ എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം.